എണ്ണിയാൽ തീരാത്തത്ര സേഫ്റ്റി റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ MG ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഞാൻ ഈ ഫോണിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന്റെ ചേഞ്ചസ് ആണ്. അതായത് ശരിക്കും ഈ ഒരു വാഹനത്തിന്റെ അകത്ത് കയറി ഇരുന്നാലാണ് ഇതിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. അത് നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഫ്രണ്ട് ക്യാമറ നമസ്കാരം ഗൈസ്. അപ്പോൾ ഞാനിന്ന് എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു മുതൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഉള്ളത് വൈറ്റ്ലയിലുള്ള MGയുടെ മലയാളം ഫോർച്യൂൺ എന്ന ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിൻസർ പ്രോ, അതായത് വിൻസർ എന്ന ഇലക്ട്രിക് വാഹനത്തിന്റെ ഒരു പ്രോ വേരിയന്റ് അടുത്തിടയ്ക്ക് MG പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിനു മുമ്പേ MGയുടെ തന്നെ ആയിട്ടുള്ള ZCV അതുപോലെ കോമറ്റ് പോലുള്ള വാഹനങ്ങൾ നിങ്ങൾ ഒരുപാട് റോഡിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു വിൻസറും. വാഹനം പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന EV എന്നുള്ള അല്ലെങ്കിൽ EV മോഡൽ ഇലക്ട്രിക് വാഹനം എന്നുള്ള ഒരു ഖ്യാതി ആ ഒരു വാഹനത്തിന് കിട്ടിയിരുന്നു. അത്രത്തോളം മോഡലുകൾ ആ വാഹനത്തിന് സെയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് യൂസ് ചെയ്യുന്ന ആളുകളുടെ ചെറിയൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ കുറച്ചുകൂടി റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ എന്നുള്ള രീതിക്ക് ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഫീഡ്ബാക്ക് MG കേൾക്കുകയും കുറച്ചുകൂടി റേഞ്ച് ഒക്കെ കൂട്ടി കുറച്ച് ആഡഡ് ഫീച്ചേഴ്സ്, കുറച്ചുകൂടി ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് അവർ അതിന്റെ പ്രോ വേരിയന്റിനെ പുറത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്കല്ല വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് അഭിജിത് രാമചന്ദ്രൻ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഈ ഒരു പ്രോ വേരിയന്റിൽ വന്നിരിക്കുന്ന ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 449 കിലോമീറ്ററിന്റെ ആ ഒരു റേഞ്ച് ആണ്. കാര്യം ഈ ഒരു വാഹനത്തിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് 52.9 kWh ഒരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ അഡാസ് പോലുള്ള മറ്റ് ഫീച്ചേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ എന്താ നമുക്ക് ആ വീഡിയോയിൽ പോകുന്ന വഴി നോക്കാം. അപ്പം ഇതിന്റെ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊന്നും വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആ ഒരു പഴയ വിൻസറിലുള്ള തന്നെ ആ ഒരു ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ LED ഹെഡ്ലാമ്പ് യൂണിറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആ ഒരു DRL അതുപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കാണാം. ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഷേപ്പ് മറ്റൊരു നിലവിൽ ഇന്ത്യയിലുള്ള മറ്റൊരു EV വാഹനമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 2 തട്ടുകളായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു ഫ്രണ്ട് ലുക്കാണ്. ഇവിടെ നടുക്ക് MGയുടെ ഒരു വലിയ ഇല്ലൂമിനേറ്റഡ് ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറ യൂണിറ്റും പിന്നെ ആ ഒരു നെയിം പ്ലേറ്റും, ഏറ്റവും താഴെയായിട്ട് ആ ഒരു വലിയൊരു എയർ ഡാമും കാണാം. ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാലാണ് ഈ ഒരു വാഹനത്തിന്റെ ആക്ച്വൽ വലിപ്പം മനസ്സിലാവുക. കാര്യം നമുക്ക് ഇന്നോവ പോലുള്ള അത്രത്തോളം വലിപ്പമുള്ളൊരു വാഹനമാണ്. 2700 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് അല്ലെങ്കിൽ പ്ലഗ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു 60 kW വരെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഏകദേശം 50 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് 0 to 80 ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫാസ്റ്റ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു അലോയ് വീൽസ് ആണ്. നിങ്ങൾക്കറിയാം ഈ വിൻസറിൽ വന്നിരിക്കുന്ന ആ വളരെ വിഡ്ത്ത് ഉണ്ടായിരുന്ന സ്പോക്ക് മാറ്റിയിട്ട് നമ്മൾ ഹെക്ടറിലൊക്കെ കാണുന്ന രീതിക്കുള്ള അത്തരത്തിലുള്ള ഒരു മെഷീൻ കട്ട് അലോയ്സ് അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു റിയർ വ്യൂ മിറർ യൂണിറ്റ്. ഇതിൽ നമുക്ക് ആ 360 ഡിഗ്രി ക്യാമറയുടെ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ആ ഒരു LED ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് പോയിരിക്കുന്നത് കാണാം. അപ്പം ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ നിലവിൽ എല്ലാ EV വാഹനങ്ങളെയും പോലെ തന്നെ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അറൗണ്ട് ഒരു 186 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാച്ച് റോഡുകളോ അല്ലെങ്കിൽ ബാഡ് റോഡ്സിലൂടെയൊക്കെ കൊണ്ടുപോകാം. കുറച്ച് ചെറിയ വെള്ളക്കെട്ടുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്നാലും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. അത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഈ ഒരു വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 215/55 R18, അതായത് 18 ഇഞ്ച് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിന് നിലവിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. രണ്ട് വീലുകളിലും വരുന്നത് ആസ് യൂഷ്വൽ ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ 2 വീലുകളിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മിററിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഫ്രെയിംലെസ് വാഹനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒറ്റ പാനലായിട്ട് പോയിരിക്കുന്ന ഒരു ഗ്ലാസ് ഏരിയ ഒക്കെയാണ്. അടിപൊളി വിസിബിലിറ്റി ആയിരിക്കും. കാര്യം ഇവിടെ നമുക്ക് ആ ഒരു A പില്ലറിന്റെ അവിടെ നിന്ന് ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് കവർ ചെയ്യാനുള്ള ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ളൊരു A പില്ലറാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു റിയർ സീറ്റിലും അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിലൊക്കെ ഉള്ള ഗ്ലാസ് ഏരിയകൾ വളരെ വലിപ്പമേറിയ ഗ്ലാസ് ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ അകത്തിരുന്നാൽ പോലും ആ ഒരു ഷോൾഡർ ലൈനും അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നല്ല വിസിബിലിറ്റി തരുന്ന തരത്തിലുള്ള ഒരു വിൻഡോസ് ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റിയർ പ്രൊഫൈൽ ചെക്ക് ചെയ്യാം. ഈ ഒരു റിയർ പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു കോമറ്റിന്റെ DNA എവിടെയൊക്കെയോ ഉണ്ടെന്ന് തോന്നും. ഇവിടെ ഒരു വലിയ റിയർ ഗ്ലാസ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈപ്പറോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഷാർക്ക് ഫിൻ ആന്റിന യൂണിറ്റ് ആ ഒരു റിയർ പോർഷനിലേക്ക് അല്ലെങ്കിൽ റിയർ ഗ്ലാസ് പോർഷനിലെ സ്പോയിലർ ഏരിയയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ഷാർക്ക് ഫിൻ ആന്റിന ഡിസൈൻ മാറ്റിയിട്ട് ഇങ്ങനെയാണ് അവരത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ
നിങ്ങൾ ഈ ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോമറ്റിൻ്റെ ആ ഒരു ടെയിൽ ലാമ്പ് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡിൽ എൻലാർജ് ചെയ്ത് കൊടുത്തിരിക്കുന്ന രീതിക്ക് തോന്നാം. അതുപോലെ തന്നെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഈ ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ MG ഒരു ലോഗോ ഉണ്ട്, താഴെ വിൻസർ എന്ന ലേബലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡിഫറൻസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു അഡാസ് ലേബലിംഗ് കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ഒരു അഡാസ് ലേബലിംഗ് വിൻസറിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു വിൻസർ പ്രോയിൽ ആക്ച്വലി അഡാസ് ലെവൽ 2 അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൂട്ട് അതൊരു ഇലക്ട്രിക്കലി കൺട്രോളബിൾ ബൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ചെറിയൊരു റിയർ ബമ്പർ യൂണിറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ റിയർ പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിനി ബൂട്ട് സ്പേസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ബൂട്ടിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങൾ നോക്കാം. 579 ലിറ്ററിൻ്റെ ഏകദേശം 500 മുകളിൽ വരുന്ന വളരെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സീറ്റുകൾ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പോൾ മാക്സിമം ഇങ്ങോട്ട് സ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്ലാൻഡ് ചെയ്യാം, ഫ്രണ്ടിലേക്ക് സ്ലാൻഡ് ചെയ്ത് കുറച്ചുകൂടി നമുക്ക് ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാം. അപ്പോൾ ഇവിടെ ബൂട്ട് ലാമ്പും കാര്യങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൂട്ടിൽ ഇവിടെ ഒരു ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന വഴിക്ക് ആ ബൂട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ് വിൻസർ പ്രോയിലേക്ക് വരുമ്പോഴത്തേക്കും ഉള്ള മറ്റൊരു ചേഞ്ച്. ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബൂട്ട് സ്പേസ്. ഇൻഫിനിറ്റിയുടെ 9 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ മാസീവായിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ, അതുപോലെ എയ്റോ ലോഞ്ച് എന്ന് കമ്പനി വിശേഷിപ്പിക്കുന്ന ഏറ്റവും കംഫർട്ട്ഫുൾ ആയിട്ടുള്ള സീറ്റുകൾ, ഇതൊക്കെ ആയിട്ടാണ് MG വിൻസറിൻ്റെ വരവ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഇൻറ്റീരിയേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലാർജ് വിൻഡോ ഏരിയ ആണ് ഈ ഒരു വാഹനത്തിന് MG കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തിരിക്കുമ്പോൾ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ വേറൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വിസിബിൾ ആകും. അതുപോലെ തന്നെ ഗ്രാബ് ഹാൻഡിൽ ആക്ച്വലി ഒരു ബ്രോൺസ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോഴത്തേന് ഇവിടെ ഒരു ഡോർ നോബായിട്ട് ആ ഒരു സംഭവം കൺവേർട്ട് ആവുന്നുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി പവർ വിൻഡോ 4 പവർ വിൻഡോയുടെ കൺട്രോൾസ്, അതായത് അത് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള കൺട്രോൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിററിന്റെ കൺട്രോൾ ആക്ച്വലി ഈ ഒരു ഡോർ പാഡിൽ കൊടുത്തിട്ടുള്ളത്. മിക്കവാറും ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലായിരിക്കും ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് സ്പീക്കർ സെറ്റപ്പും ട്യൂട്ടർ സെറ്റപ്പും ഒക്കെ കാണാൻ സാധിക്കും. ഇതിൽ വരുന്നത് ആക്ച്വലി ഒരു 9 സ്പീക്കർ, അതായത് ഇൻഫിനിറ്റിയുടെ ഒരു 9 സ്പീക്കറിന്റെ സൗണ്ട് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ആൻഡ് നമുക്കിനി അകത്തെ കാര്യങ്ങൾ നോക്കാം. ശരിക്കും ഈ ഒരു വാഹനത്തിന്റെ അകത്ത് കയറി ഇരുന്നാലാണ് ഇതിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രത്തോളം വലിപ്പമുള്ളൊരു വാഹനമാണ്. മാത്രമല്ല സീറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാജാവിനെ പോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീറ്റ്സ് ആണ്. ഒരു 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ സീറ്റ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ വീട്ടിലെ സോഫയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ആ ഒരു പിന്നുകളൊക്കെ കൊടുത്തിട്ട് അത്തരത്തിൽ അടിപൊളിയായിട്ട് കുഷൻ ചെയ്തിട്ടുള്ള 2 സീറ്റ്സ് ആണ് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കൊടുത്തിരിക്കുന്നത്. അതിൽ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നടുവിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, നമുക്ക് ഈ ഒരു ലോവർ പോർഷനിലും അതുപോലെ അപ്പർ പോർഷനിലൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഈ ഒരു സീറ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 സീറ്റുകളും ഫുള്ളി വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. നമുക്കറിയാം ഇപ്പം നിലവിലുള്ള EV-കളെല്ലാം വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. എന്നാൽ പോലും സ്പെസിഫിക്കേഷൻ ഞാൻ അതോടെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു സ്റ്റിയറിംഗ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡി കട്ട് അല്ലെങ്കിൽ ഒരു D ഷേപ്ഡ് സ്റ്റിയറിംഗ് യൂണിറ്റ് ആണ് വരുന്നത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൽ ഇന്റീരിയറിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇത്തരത്തിലുള്ള ഓവൽ ഷേപ്പുകൾ അല്ലെങ്കിൽ ആ ഒരു റൗണ്ട് ഷേപ്പുകൾ ആ ഒരു എല്ലാ എലമെന്റ്സിലെയും ഡിസൈനിൽ പ്രകടമായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കൺട്രോൾസ് ആളുള്ള ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു MGയുടെ ഒരു നടുക്കത്തെ ലോഗോ റൗണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു എലമെന്റ് കൺട്രോൾ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്ന എലമെന്റുകളെല്ലാം, അതുപോലെ തന്നെ ഈ ഒരു AC വെന്റിന്റെ ഈ വന്നിരിക്കുന്ന എലമെന്റ്, ഇത്തരത്തിലുള്ള എലമെന്റുകളെല്ലാം ഇവർ ആക്ച്വലി ഒരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു സ്റ്റിയറിംഗ് യൂണിറ്റിൽ ആക്ച്വലി നമുക്ക് ഈ ഒരു ഭാഗത്ത് അഡാസിന്റെ കൺട്രോൾസും ഈ ഒരു ഭാഗത്ത് മറ്റേ ടെലിഫോണി അതുപോലെ സൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കാ പറഞ്ഞ പോലെ MGയുടെ ലോഗോ കാണാം. ഫുള്ളി ലെതർ റാപ്ഡ് ആയിട്ടുള്ള നല്ല സുഖമാണ് ഈ ഒരു സ്റ്റിയറിംഗ് ഫീൽ പിടിക്കാനായിട്ട്, സ്റ്റിയറിംഗ് ഫീലും കാര്യങ്ങളൊക്കെ. ആൻഡ് പിന്നെ ഇവിടെ ആക്ച്വലി നമുക്ക് വൈപ്പർ കൺട്രോൾസ് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിഷന്റെ കൺട്രോൾസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിലാണ്. ഡ്രൈവ്, ന്യൂട്രൽ, റിയർ. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് അതുപോലെ പാർക്കിംഗ്, ബ്രേക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ആ ഒരു സ്റ്റിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രത്തോളാണ് ഈ സ്റ്റിയറിംഗ് യൂണിറ്റിന്റെ കാര്യം. ഇനി നമുക്ക് ഈ ഒരു സെൻട്രൽ കൺസോൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നോക്കാം.
സോ ഈ ഒരു ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു ഫോക്കസ്ഡ് ആകുന്നത് ഈ ഒരു 15.6 ഇഞ്ചസിന്റെ ആ ഒരു മാസീവ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഈ ഒരു വാഹനത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രോൾസും ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്, AC കൺട്രോൾസ് അങ്ങനെ തുടങ്ങി AC കൺട്രോൾസ് മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് AC കൺട്രോൾസ് ഇതിൽ ഫിസിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫിസിക്കൽ AC കൺട്രോൾസ് ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സകലമാന സാധനങ്ങളും സകലമാന കൺട്രോൾസും ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ പിന്നെ ആപ്പിൾ കാർപ്ലേ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോയുടെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു MID ആണ്. ഈ ഒരു MIDയിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു MID യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ ഡ്രൈവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അത്യാവശ്യം ആ ഒരു നമുക്ക് ശ്രദ്ധ തെറ്റാതെ തന്നെ കാണുന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു MIDയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ പവർ യൂസേജ്, റേഞ്ച്, അതുപോലെ സ്പീഡ്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ MIDയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വളരെ സ്ലീക്ക് ആയിട്ടുള്ള AC വെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നോബൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു നോബ്, നമ്മൾ ഈ എന്താ പറയാ ഈ ചില ഓർണമെന്റ്സ് കണ്ടിട്ടില്ല, അപ്പൊ അതിലൊക്കെ ഉള്ള പോലത്തെ ചെറിയ മൊട്ട് പോലുള്ള തരത്തിലുള്ള ആ ഒരു AC വെന്റിന്റെ ആ നോബ് ക്രമീകരിച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി ലെതർ ടാപ്പാണ്, മേളിലൊക്കെ സോഫ്റ്റ് ടച്ച് ആണ്. ആൻഡ് ഇവിടെ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ആണ്. ഈ ഗ്ലോ ബോക്സ് നമുക്ക് ഫ്രീലി ഓപ്പൺ ആവുന്ന തരത്തിലുള്ള ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അഫ്കോഴ്സ് ഇതൊരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഈ കോ ഡ്രൈവറിന്റെ സ്ഥലത്തും അതുപോലെ തന്നെ ഡ്രൈവറിന്റെ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിനെ പറ്റി പറയാനാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ ഈ ഒരു ഇന്റേണൽ റിയർ വ്യൂ മിറർ, ഇത് ആക്ച്വലി ഓട്ടോ IRVM ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ വലിയൊരു പാനറമിക് ഗ്ലാസ് ഫ്ലോർ ആണ്, ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു കർട്ടണും കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. ആൻഡ് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഇത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള വാഹനം, അല്ലെങ്കിൽ വിസിബിലിറ്റി നമുക്ക് ഡ്രൈവർക്ക് വിസിബിലിറ്റി കിട്ടുന്ന ഒരു വാഹനം, ആ ഒരു എയർ ഫീൽ കിട്ടുന്ന വാഹനം ഈ ഒരു സെഗ്മെന്റിൽ വേറെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. കാരണം ഇത്തരത്തിൽ ഈ ഒരു കോർണറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ഏരിയയും അതുപോലെ തന്നെ വളരെ വലിയ വിൻഡോ ഏരിയ ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് എഫക്റ്റീവ്ലി റോഡ് കണ്ട്, അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ആണെങ്കിലും ഇരുട്ട് സമയത്തൊക്കെ ആണെങ്കിലും രാത്രി സമയത്തൊക്കെ ആണെങ്കിലും റോഡ് കണ്ട് ഡ്രൈവ് ചെയ്യുന്നതിന് ഡ്രൈവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പം ഇന്റീരിയർ പറഞ്ഞ പിന്നുള്ള ഈ സെൻട്രൽ കൺസോൾ ആണ്. ഈ ഒരു സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലാർജ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആ ഒരു സ്റ്റോറേജ് സ്പേസിനുള്ളിൽ അവർ ആക്ച്വലി ഒരു 120 വാട്ടിന്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കാണുന്നത് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു വയർലെസ് ചാർജറാണ്. നമുക്കിവിടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചാർജ് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ എലമെന്റ് ആണ് ഈ ഒരു കപ്പ് ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത്രത്തോളമാണ് ഈ ഒരു ഇന്ത്യയുടെ. പിന്നെ വേറൊരു കാര്യം, ഈ അടിയിൽ നമുക്കിപ്പോൾ ഉള്ള എല്ലാ EVകളിലും കാണുന്ന അടിയിൽ സ്പേസ് അല്ല. അപ്പൊ ഇവിടെ ഈ ഒരു സംഭവം ക്ലോസ് ചെയ്യാനുള്ള ഒരു കവറും കൂടെ MG കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു A പോർട്ടും അതുപോലെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ C പോർട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. സോ നമ്മുടെ വിൻസർ EV പ്രോയുടെ 360 ഡിഗ്രി ക്യാമറ വ്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം 360 ഡിഗ്രി എന്ന് വെച്ചാൽ ഇത്രയും വലിയ സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് വാഹനത്തിന്റെ സറൗണ്ടിങ്ങിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഇപ്പം ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. അത് നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഫ്രണ്ട് ക്യാമറ സ്വിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ സ്വിച്ച് ആവും. സൈഡ് വ്യൂ അതുപോലെ തന്നെ ഈ സൈഡ് വ്യൂ ഒക്കെ നമുക്ക് സ്വിച്ച് ആക്കാൻ പറ്റും. 3D എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ മൊത്തത്തിലുള്ള 3D വ്യൂ കൂടെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം. സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാനും അതനുസരിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. വ്യത്യസ്തതയുടെ കാര്യത്തിൽ MG മോട്ടോഴ്സിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. ഈ ഒരു വാഹനത്തിൽ ആദ്യം കയറിയ സമയത്ത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്ത് വാഹനം സ്റ്റാർട്ടാണ്. ആ ഒരു സ്റ്റിക്കിൽ ട്രാൻസ്മിഷൻ ഡ്രൈവിലേക്ക് ഇടുക, ഡ്രൈവ് ചെയ്ത് പോവുക. അത്തരത്തിൽ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ടാണ് ഇതാ. ഇങ്ങനെയാണ് ഈ സീറ്റിന്റെ പൊസിഷനിങ്. നമുക്ക് ഇത്രത്തോളം വരെ ഈ ഒരു സാധനം ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രത്തോളം റിലാക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ പോകാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിന് 2700 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പൊ അതിന്റെ ഒരു ഗുണം കാണുന്നത് ഈ ഒരു വാഹനത്തിനകത്താണ്. വളരെയധികം ലെഗ് സ്പേസ് ഉണ്ട്. ഞാൻ ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിലെ സീറ്റ് ഇത്രത്തോളം ഇറക്കിയിട്ടിട്ടും വളരെയധികം ലെഗ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട്. എല്ലാ തരത്തിലും ഇന്റീരിയർ അല്ലെങ്കിൽ റിയർ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് MG ഇതിൽ കോർത്തിണക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. റിയർ AC വെന്റ് കാണാം. ഈ റിയർ AC വെന്റിൽ ആക്ച്വലി ഒരു സിംഗിൾ വെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെന്റാണ്. അതിന്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ഒരു
C ടൈപ്പ് ചാർജിങ് സോക്കറ്റും വാഹനത്തിന് MG കൊടുത്തിട്ടുണ്ട് റിയർ സൈഡിലേക്ക്. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഹെഡ് റെസ്റ്റുകളും ഈ ഒരു വാഹനത്തിന് റിയർ സൈഡിൽ MG കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫോണിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന്റെ ചേഞ്ചസ് ആണ്. അതായത് വിൻസറിൽ നിന്ന് വിൻസർ പ്രോയിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ചസ് ആണ്. 5-6 ചേഞ്ചസ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 449 കിലോമീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ ആണ്. കാര്യം പഴയൊരു വാഹനം ഇതേ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് പ്രകാരം കുറച്ചുകൂടി റേഞ്ച് ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്ന ഒരു ഫീഡ്ബാക്ക് MG കേൾക്കുകയും അതിന് ആ ഒരു ബാറ്ററി പാക്ക് അവർ കുറച്ചുകൂടെ കപ്പാസിറ്റി ഉള്ള ബാറ്ററി പാക്ക് ആഡ് ചെയ്യും. ഇപ്പൊ 449 കിലോമീറ്ററിന്റെ റേഞ്ച് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിൻസർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിന്റെ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള, അതായത് മൊത്തത്തിൽ കറുപ്പ് കളറിലുള്ള ഇന്റീരിയർ ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ മാറ്റിയിട്ട് സീറ്റ്സും അതുപോലെ തന്നെ ഈ ഹാൻഡ് റെസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം ഒരു ബീച്ച് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്രോൺസ് ഫിനിഷ്ഡുള്ള ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ലെവൽ 2 അഡാസ് അവർ നൽകിയിട്ടുണ്ട്. വിൻസറിന് ആ ഒരു ലെവൽ 2 അഡാസ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു വാഹനത്തിന് ലെവൽ 2 അഡാസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ ടു ലോഡ്, അതായത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്നും പവർ ഔട്ട് എടുത്തിട്ട് മറ്റ് ചെറിയ മിനി ഫ്രിഡ്ജോ കാര്യങ്ങളൊക്കെ നമ്മളൊരു ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ മിനി ഫ്രിഡ്ജോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ടെയിൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽസിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ ടു വെഹിക്കിൾ, ഈ ഒരു വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനം ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 3 പുതിയ കളറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ, ഒരു ചെറിയ ഗ്രേ കളർ, അതുപോലെ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം ചേഞ്ചസ് ആണ് ഈ ഒരു പ്രോ വേരിയന്റിലേക്ക് വരുമ്പോൾ MG ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു വേരിയന്റ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ശരിക്കും പ്രോ ആയോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എണ്ണിയാൽ തീരാത്തത്ര സേഫ്റ്റി റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ MG ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ആ ഒരു അഡാസ് തന്നെയാണ്. ലെവൽ 2 അഡാസിൽ എക്യുപ്പൈഡ് ആണ്. അപ്പോൾ അഡാസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ ലെയിൻ കീപ് വാർണിംഗ്, അതുപോലെ മറ്റനവധി അഡാസ് റിലേറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിംഗ്, എഫിഷ്യന്റ് ബ്രേക്കിന് വേണ്ടിയിട്ടുള്ള ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. 6 എയർ ബാഗുകളുണ്ട്. അപ്പം മൊത്തത്തിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു MG വിൻസർ പ്രോ EV. വിപണിയിൽ MG ഇത്രത്തോളം സക്സസ് ആക്കുന്ന ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന സർവീസും അതുപോലെ തന്നെ അവരുടെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇവർ പറയുന്ന റേഞ്ച് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് കോമറ്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ വാഹനത്തിൻ്റെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു യാത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വിൻസർ പ്രോ വേരിയൻറ്റ് അല്ലെങ്കിൽ ഈ വിൻസർ പ്രോയ്ക്ക് 2 വേരിയൻ്റ് ആണുള്ളത്. ഒരു എക്സ്ക്ലൂസീവും അതുപോലെ തന്നെ എസെൻസും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വിൻസർ മതിയെങ്കിൽ ആ വിൻസറും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് ലിസ്റ്റും കോൺടാക്ട് ചെയ്യാനുള്ള ആളുടെ പേരും ഈ ഒരു MG മലയാളം ഫോർച്യൂൺ ഷോറൂമിലെ കോൺടാക്ട് ചെയ്യാനുള്ള ആളുടെ പേരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ ഇത്തരത്തിൽ വളരെ വലിപ്പമുള്ള, നല്ല ലെഗ് സ്പേസ് ഉള്ള, നല്ല ഇൻറ്റീരിയർ ഉള്ള ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേഞ്ച് കാര്യങ്ങളെല്ലാം വേണം, നല്ല സർവീസ് വേണം, അത്യാവശ്യം ആക്യുറേറ്റ് ഉള്ള റേഞ്ച് കിട്ടണം എന്നൊക്കെയുള്ള ഒരു റിക്വയർമെൻറ്റിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഈ ഒരു MG വിൻസർ പ്രോ എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യത്യസ്ത വേരിയൻസും ആക്സസറീസും ഉൾപ്പെടെയുള്ള ഒരു ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.